അർജുനൻ ആ യുദ്ധക്കളത്തിൽ വെച്ച് അതിലുള്ള മുഴുവൻ പിതാക്കന്മാരുടെയും പിതാമഹന്മാരുടെയും ആചാര്യന്മാരുടെയും മാതുലന്മാരുടെയും ശ്യാലന്മാരുടെയും സംബന്ധികളുടെയും പൗത്രന്മാരുടെയും മാനസിക വ്യാപാരത്തിലേക്ക് ഉയരുക എന്ന സമഷ്ടിഗതമായ ഉയർച്ചയാണ് വ്യാസൻ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യൻ അവന്റെ വ്യക്തിസത്തയുടെ പരിമിതികൾ വിട്ട് അവൻ ജനിച്ച ദേശത്തിൻ്റെ, അവൻ ജനിച്ച കാലത്തിൻ്റെ, അവന്റെ പ്രായത്തിൻ്റെ, അവൻ സമ്പാദിച്ചു കൂട്ടിയ വസ്തുജാലങ്ങളുടെ, അവന്റെ ജാതിയുടെ, അവന്റെ വർണ്ണത്തിൻ്റെ, അവന്റെ വർഗത്തിൻ്റെ, അവന്റെ മതത്തിൻ്റെ വേലിക്കെട്ടുകളെല്ലാം തകർന്ന് ഒരിക്കലെങ്കിലും മനുഷ്യൻ അവന്റെ ഭാവനാപ്രധാനമായ മനസ്സിൽ ഈ വിശാല വിശ്വത്തോളം വളരും. നരനെ അവന്റെ ഹൃദന്തത്തിൽ വെച്ച് വിശാല വിശ്വത്തോളം വളർത്തിയെടുത്താൽ എന്തു സംഭവിക്കുമെന്നും അവൻ എങ്ങനെ നിൽക്കുന്നിടത്ത് നിൽക്കുമെന്നും എന്നിങ്ങനെ അവൻ പൊട്ടിത്തകരുമെന്നും മനസ്സിന്റെ ഗ്രന്ഥികൾ അഴിച്ച് പരീക്ഷിക്കുവാൻ തയ്യാറായ ഒരു ദാർശനികൻ, ഒരു കവി, ഒരു ക്രാന്തദർശി യുഗസഹസ്രങ്ങൾക്ക് മുമ്പാണ് ഈ മണ്ണിലുണ്ടായിരുന്നത് എന്ന് ഓർക്കുമ്പോൾ നാം ലജ്ജിക്കേണ്ടി വരുന്നു. ഇത്രയും യുഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും മാനവചേതനയ്ക്കത് വായിച്ചെടുക്കാൻ പോലും പഠിപ്പ് വരുന്നില്ല എന്നറിയുമ്പോൾ ഭാരതീയ ദർശനം കാഴ്ചവെച്ച അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്കുള്ള യാത്രയാണ് ലോകമെന്നത് കൂടുതൽ സത്യമായി തീരുകയും ചെയ്യുന്നു. ഈ പുസ്തകം വായിച്ചിട്ട് നമുക്ക് നരനെ എങ്ങനെ വ്യാസൻ വളർത്തിയെടുത്തിരിക്കുന്നു, ഒരു മനുഷ്യന് അവന്റെ ഭാര്യ, അവന്റെ കുഞ്ഞ്, അവന്റെ അച്ഛൻ, അവന്റെ അമ്മ, അവന്റെ സ്വത്ത്, അവന്റെ വീട്, അവന്റെ കുടുംബം എന്ന പരിമിതികളിൽ ചിന്തിക്കുവാൻ കഴിയുമ്പോഴെല്ലാം വികാരങ്ങൾ ഉണ്ടാവും. തന്നോട് എതിരിടാൻ വന്നു നിൽക്കുന്നവന്റെ മാതൃത്വത്തെ, പിതൃത്വത്തെ, അവന്റെ സാഹോദര്യത്തെ, അവനിലെ അച്ഛനെ, അമ്മയെ എല്ലാം സകലരിലും ചേർത്ത് വെച്ച് ഒന്നിച്ച് കാണാനൊരുവൻ തുടങ്ങിയാൽ എന്തു സംഭവിക്കും? വ്യാസൻ ഒരു നരനെ വെച്ച് കളിക്കുന്നത് ഇവിടെയാണ്. ആ നരനായി ഞാനും നിങ്ങളും ഉയരുമെങ്കിൽ ഞാൻ തുടരാം. മനസ്സിലായോ എന്നറിയില്ല. ലോകത്തേത് കർമ്മം ചെയ്യുമ്പോഴും മനുഷ്യന് വിശുദ്ധമായൊരു ഭാവനയുണ്ട്. അതിൻ്റെ പ്രാതിയോഗികതയിൽ വന്നു നിൽക്കുന്നവൻ. അറുപത് വയസ്സിൽ കൂടുതലുള്ളവരൊന്ന് കൈപൊക്കിയാൽ നല്ലതാണ്. ഓ, ധാരാളമുണ്ട്. അപ്പൊ പിന്നെ എണ്ണണ്ട. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും. അന്നൊക്കെ സപ്താഹം വായിക്കാൻ വരുന്നവർ, അന്നൊക്കെ ബലിയിടിയിക്കാൻ വരുന്നവർ, അന്നൊക്കെ പറമ്പിൽ പണിയാൻ വരുന്നവർ, അന്നൊക്കെ അയൽപക്കത്തുനിന്ന് വന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പങ്കെടുത്തവർ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന ആളുകൾക്കൊരു മനസ്സുണ്ടായിരുന്നു, കൊടുത്തത് പോരാ. Am I right?
ശരിയാണോ? ശരിയാണോ? അന്നൊരു വണ്ടി വിളിച്ചാൽ അവന് ഞാനിത് കൊടുത്താൽ മതിയാകുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അന്നൊരു തലമുടി വെട്ടിച്ചാൽ അവൻ ഈ കൊടുക്കുന്നത് പോരാന്ന് തോന്നിയിട്ട് വർഷത്തിൽ കുറെ അവകാശങ്ങളും കൂടെ കൊടുക്കുമായിരുന്നു. റൈറ്റ്? ശരിയല്ല? എത്ര പണിയെടുത്തിട്ട് പോയാലും പണിയെടുത്തിട്ട് പോകുന്നവനോട് കുറച്ച് അരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ, പൈസയായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. കാരണവന്മാർ കൊടുക്കുന്നത് പോരാന്ന് തോന്നുന്ന സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് ആ പണിക്കാരോട് പറയും, നിന്റെ ഭാര്യ ഒന്ന് പറഞ്ഞു വിടണം, കുറച്ച് അരി പേറ്റാനുണ്ട്. അവൾ വരുമ്പോൾ പറയും, അരി പേറ്റാനൊന്നുമില്ല, ഇത് തരാൻ വേണ്ടിയാ, അങ്ങോട്ട് അറിയണ്ടെന്ന് വെച്ചാ നീ കൊണ്ടു. അവൻ വന്നു കിടന്ന് പണിതാ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ട്. മേടിക്കാൻ വരുന്നവനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവൻ അത്രയും വേണ്ടാന്നൊരു തോന്നൽ. ശരിയാണോ? ഇത് മതി. എടുക്കുന്നതിന് മുമ്പ് പറയുക അത്രയും വേണ്ട, ഇത് മതി. കൊടുക്കുന്നവന് കൊടുത്തത് തൃപ്തിയാകാതിരിക്കുക, വാങ്ങിയവന് വളരെ കുറച്ച് വാങ്ങി തൃപ്തിയാവുക. എൻ്റെ കണക്ക് ശരിയാണോ? എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഇന്നോ വാങ്ങുന്നവൻ ഒരിക്കലും തൃപ്തി വരാതിരിക്കുക, കൊടുക്കുന്നവൻ എത്ര കുറച്ച് കൊടുക്കാമെന്ന് ഗവേഷണം ചെയ്യുക. ഇപ്പം ഞങ്ങളെയൊക്കെ വിളിച്ച് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ഇട്ടുമൂടാൻ തന്നാലും ഞങ്ങൾ തൃപ്തരാവില്ല. സർവസംഘ പരിത്യാഗികളായ ഞങ്ങൾ, അത് കൂടുതൽ വിശേഷണം വേണ്ടല്ലോ. അപ്പം കുത്തിവെച്ച കോല എലി തിന്നെങ്കിൽ പിന്നെ ഇനി അപ്പത്തിന്റെ കാര്യമൊന്നും പറയണ്ടെന്നാണ്. മനസ്സിലായില്ല? മനസ്സിലായില്ലെന്നോ? മനസ്സിലായെന്നോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്തെല്ലാം തന്നാലും ഞങ്ങൾ ആദ്യം തന്നെ, ഇപ്പൊ ഞാൻ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ പ്രസിഡന്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നതെന്ന്. കാരണം വണ്ടിക്കൂലി അത്രയും വേണമെന്നാണ്. ഒറ്റപ്പാലത്തു നിന്നാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഒറ്റപ്പാലത്തു നിന്നാണെന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലി കുറയും. മനസ്സിലായില്ല? തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടുള്ളൊരു കാറിന്റെ കൂലിയാ പ്രതീക്ഷിക്കുന്നത്. പിടികിട്ടിയില്ല. അതിനാ തിരുവനന്തപുരത്ത് നിന്നാന്ന് പറഞ്ഞു. കാശ് വരുമ്പോ ആനമാർക്ക്, സ്വാമിമാർക്ക് എന്നൊക്കെ പറഞ്ഞ് മാർക്ക് വല്ലതും ഉണ്ടോ? ഇത് ട്രേഡ് മാർക്കാണ്. നിങ്ങൾക്ക് ദേഷ്യം വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ തമാശയല്ല പറഞ്ഞത്, തമാശ രൂപത്തിൽ കാര്യമാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെക്കാളെല്ലാം കൂടിയ കാര്യം ഇതാണ്. അപ്പൊ മാനവ മനസ്സ് കൊടുക്കുമ്പോൾ എത്ര കൊടുക്കാം പോരാ എന്ന് തോന്നുന്നത് സന്മാർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. വാങ്ങുന്ന ഒരുവൻ എനിക്കിതിന് അവകാശമില്ലല്ലോ, ഞാനിത്രയും വാങ്ങരുതല്ലോ എന്ന് ലഘുവാകുന്നത് സന്മാർഗത്തിന്റെ വൃശ്ചിക വൃക്ഷമാണ്. ഇത് രണ്ടുമാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോന്നറിയില്ല. രണ്ടും നിങ്ങൾ കൊടുക്കുമ്പോൾ എൻ്റെ ചിന്തയുടെ ഒരെണ്ണമെടുത്ത് ഉപയോഗിച്ചേക്കും, വാങ്ങുമ്പോൾ മറ്റതും എടുത്ത് ഉപയോഗിച്ചേക്കും. ഇത് മാറി ഉപയോഗിക്കരുതേ എന്ന് ഞാൻ ആദ്യമായി പറയട്ടെ. അപ്പൊ ജീവിതായോധനത്തിൽ
ഒരു വ്യക്തി താൻ നിൽക്കുന്നതിൻ്റെ പ്രാതിയൗകികതയിൽ നിൽക്കുന്നതിനെ നേരത്തെ കണ്ട് അതിൻ്റെ വേദനയും യാതനയും ഉൾക്കൊള്ളുന്നതിലേക്ക് വികസിക്കുക. തൻ്റെ പരിമിതമായ അഹംബുദ്ധിയിൽ നിന്ന് തൻ്റെ സ്വേച്ഛാപരതയിൽ നിന്ന് പരേച്ഛയിലേക്കും തദ്വാര അനിച്ഛയിലേക്കും വികസിക്കുക. ഇത്തരമൊരു സൂത്രവാക്യമാണ് വ്യാസൻ ആദ്യം തന്നെ തേടിയത്. അതിൻ്റെ പ്രതിസ്ഫുരണമാണ് അർജുനനിൽ കണ്ട പരിണാമം. ആ പരിണാമത്തിന്റെ വളർച്ച അർജുനൻ രാജ്യം വേണ്ടെന്ന് തോന്നി. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ. മാത്രമല്ല, വ്യക്തി സാത്വികതയിൽ എത്തുമ്പോഴേ ദുഃഖം വരുള്ളൂ. തമസിൽ ദുഃഖമില്ല. അസൂയയും കുശുമ്പുമെല്ലാം നിറഞ്ഞ രജസ്സിൽ അല്പം പോലും ദുഃഖമില്ല. സത്വത്തിൽ അന്യ ഒരുവന്റെ വേദന കാണുമ്പോൾ പോലും ദുഃഖമുണ്ട്. രജസ്സിൽ അന്യനെ വേദനിപ്പിക്കുന്നത് നമ്മളായാൽ പോലും ദുഃഖമില്ല, ന്യായീകരിക്കും. ശരിയാണോ? ശരിയാണോ? രജസ്സിന്റെ പിടിയിൽപ്പെട്ടാൽ ഇടിക്കാം, തൊഴിക്കാം, അടിക്കാം. അത് കഴിഞ്ഞും ദുഃഖമൊന്നുമില്ല. അത് അർഹിക്കുന്നതാണെന്ന് വാദിക്കും. മറിച്ച് മറ്റൊരാൾ ഉപദ്രവിക്കുന്നത് കണ്ടാൽ പോലും സാത്വികതയുള്ളവന് ദുഃഖമുണ്ടാവും. അതുകൊണ്ട് ദുഃഖം വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്നതല്ല. ദുഃഖം സാത്വിക മനസ്സിന്റെ ഭാവമാണ്. ആ ദുഃഖത്തിൽ നിന്ന് മാത്രമേ ശ്ലോകവും ഉണ്ടാകൂ. ഉത്തമമായതൊക്കെ ഉണ്ടാകണമെങ്കിൽ സാത്വികത വേണം. നിങ്ങൾ ഇന്ന് കാണുന്ന ആധുനിക സിനിമകളോ മറ്റുള്ളതോ ഒക്കെ ഉണ്ടായിരിക്കുന്നത് ദുഃഖത്തിൽ നിന്നല്ല, പകയിൽ നിന്നാണ്. പകയിൽ ഹിംസയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് കാണുന്ന സീരിയലുകളും നാടകങ്ങളും സിനിമകളും എടുത്താൽ അതിലെ നായകന്മാരിൽ നിറഞ്ഞു നിൽക്കുന്നത് വില്ലനിയാണ്. അല്പം പോലും പശ്ചാത്താപം വരാത്ത ആളുകൾ എഴുതിയത്, അല്പം പോലും പശ്ചാത്താപമില്ലാത്തവർ അഭിനയിച്ചത്, അല്പം പോലും പശ്ചാത്താപമില്ലാതെ നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത്. മനസ്സിലായോ എന്നറിയില്ല. നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മതമണ്ഡലങ്ങളിലെ നേതൃത്വത്തെയൊക്കെ നോക്കിയാൽ അവരൊക്കെ ഏത് വാർത്താമാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുമ്പോഴും ചെയ്തു കൂട്ടിയ 1000 തെറ്റുകളെ ഭാഷ കൊണ്ട് വ്യാഖ്യാനിച്ച് തങ്ങൾ ചെയ്തത് ശരിയാണെന്ന് പറയുന്നതായല്ലാതെ ഇന്നുവരെ അത് തെറ്റിപ്പോയി പൊറുക്കണമെന്ന് പറയുന്ന ഒരാളെ പോലും ആധുനിക കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സാത്വികത വന്നാൽ അന്യനൊരുത്തന്റെ വേദന കണ്ടു നിൽക്കാൻ പറ്റില്ല. മഹാഭാരത യുദ്ധക്കളത്തിൽ മനസ്സിന്റെ ഈ പരിവർത്തനം വെച്ചിട്ടാണ് സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത്വക്ചൈവ പരിലഹ്യതേ നച ശക്നോ വ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ.
ഇവിടെ അർജുനൻ യുദ്ധക്കളത്തിലല്ല, എതിരാളികൾക്ക് മുമ്പിലല്ല. തന്റെ സാത്വികത മുഴുവൻ പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ചിന്തിക്കാൻ പാകത്തിനെത്തിച്ചു നിൽക്കുമ്പോൾ യോദ്ധാവായ തൻ്റെ ആയുധങ്ങൾ ശുഷ്കങ്ങളായി തീരുകയും തനിക്ക് തന്നോട് തന്നെയാണ് ഏറ്റുമുട്ടേണ്ടി വരുന്നത് എന്നറിയുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിലെ പരാജയമാണ്. ഭാവാതീതമായ ഒരനുഭൂതിയുടെ മുഹൂർത്തത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതുപോലെ ഒരു മിസ്റ്റിക് എക്സലൻസ്. പക്ഷെ കൃഷ്ണൻ വേണ്ടിയില്ല. രണ്ടാം അധ്യായത്തിൽ എത്തുന്നവരെ കൃഷ്ണൻ വേണ്ടിയില്ല. 2 ശ്ലോകങ്ങളിൽ പണിതീർക്കുകയും ചെയ്തു. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം മാസ്മഗമ പാർഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത്വാ ഉത്തിഷ്ഠ പരന്തവ. അർജുനൻ വീണ്ടും സംശയങ്ങൾ ചോദിച്ചു. പൂജ്യന്മാരെ പൂജിക്കണമെന്നും അപൂജ്യന്മാരെ പൂജിക്കരുതെന്നും പഠിപ്പിച്ചിട്ടുള്ള ഭാരതീയ ദാർശനികതയിൽ നിന്നുകൊണ്ടാണോ അങ്ങനെ ഉപദേശിക്കുന്നത്? മുമ്പിൽ നിൽക്കുന്നത് ഗുരുക്കന്മാരാണ്. അവരെ കൊല്ലാതെ ഭിക്ഷാന്നം കൊണ്ട് കഴിയുന്നതാണ് ഉത്തമം. ഭൈക്ഷ്യം, അതാണ് ഗീതയുടെ വഴിത്തിരിവ്. ഗീതയുടെ വഴിത്തിരിവിന്റെ ശ്ലോകം അതാണ്. 2 ശ്ലോകങ്ങളിൽ തീർത്ത സന്ദേശത്തെ അർജുനൻ വലിച്ചു നീട്ടുന്നത് ഗുരുനഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമഭീഹലോകി. 2 പാഠമുണ്ട് നിങ്ങളുടെ ഗീതകളിൽ. ഒന്ന് ഭൈക്ഷ്യം, ഒന്ന് ഭൈക്ഷം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഭൈക്ഷം ഭിക്ഷ, ഭൈക്ഷ്യം ഭിക്ഷാ സമൂഹേ സാധു. എല്ലാ ഭിക്ഷയും എടുക്കരുത്. ഭിക്ഷയുടെ സമൂഹത്തിൽ നിന്ന് സാധുവായത് മാത്രമേ കഴിക്കാവൂ. കാരണം ഭിക്ഷാന്നം ഔഷധമാണ്. അഹങ്കാരം പോയാൽ മാത്രം ലഭിക്കുന്നതാണ് ഭിക്ഷ. പഴയ കാലത്ത് സന്യാസം എന്ന് പറഞ്ഞാൽ ഭിക്ഷ എടുക്കൽ എന്നാണ്. പഴയ കാലത്തെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇന്ന് ഞങ്ങളെയൊക്കെ ഭിക്ഷ കഴിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചാൽ ഞാനെന്താ ഭിക്ഷക്കാരനാണോ എന്ന് ചോദിക്കും. വേഷം കെട്ടിയത് കണ്ടിട്ടാണ് അവർ വിളിക്കുന്നത്. വേഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ അത്രയേ വിവരമുള്ളൂ. അപ്പോ ഭിക്ഷ എടുത്ത് ജീവിക്കുക ഭാരതീയ സംസ്കൃതിയിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. ഇപ്പൊ കോടതി അത് നിരോധിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരും മറ്റുള്ളവരും ഒക്കെ ഹിന്ദുക്കളാണ്. അവരാരും പ്രതികരിച്ചിട്ടില്ല, നിങ്ങളും പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഭിക്ഷ കൊടുക്കുന്നതും ഭിക്ഷ എടുക്കുന്നതും ഇന്ത്യയിൽ ഇപ്പം നിരോധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തെ പൂർണ്ണമായി നാം ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഇന്ത്യൻ സംസ്കൃതിയിൽ ഏറ്റവും വലിയ അവസ്ഥ ഭിക്ഷ എടുക്കുന്നതാണ്. ലോകത്തിൽ ഏറ്റവും മാന്യൻ ഭിക്ഷയാചിക്കുന്നവനാണ്. കാരണം ഇന്ത്യയുടെ സിമ്പൽ കൈലാസാചലത്തിൽ ഇരിക്കുന്ന ഒരു ശുദ്ധ തെണ്ടിയാണ്. മനസ്സിലായില്ല? ഏതെങ്കിലും ഭിക്ഷക്കാരനെ കണ്ടാൽ അത് അവന്റെ പ്രതിരൂപമായി കാണണമെന്നാണ്. എല്ലാം വലിച്ചെറിഞ്ഞ് തൻ്റെതായി ഒന്നുമില്ലാതെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾക്ക് മാത്രം ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവൻ.
ലോകത്തെ ഉപദ്രവിക്കാനുള്ള കള്ളങ്ങളൊന്നും അവന് വേണ്ട. ലോകത്തിൽ ആരെയും ഉപദ്രവിച്ച് ഒന്നും സമ്പാദിക്കാനില്ല. അതൊരവസ്ഥയാണ്. ആ അവസ്ഥ ചുമ്മാ കയ്യും വീശി അങ്ങ് കയറി ചെല്ലാവുന്ന അവസ്ഥയല്ല. ഭഗവത്ഗീതയുടെ ട്വിസ്റ്റ് അവിടെയാണ്. അർജുനൻ വളരെ എളുപ്പത്തിലാണ് പറഞ്ഞത്. താൽക്കാലികമായി ചില ലാഭങ്ങൾക്ക് ഭിക്ഷയ്ക്കുള്ള വേഷം കെട്ടുന്നത് വിരോധമൊന്നുമില്ല. മുമ്പൊരിക്കൽ കൃഷ്ണന്റെ അനുമതിയിൽ തന്നെ ഈ വേഷം കെട്ടിയിട്ടുമുണ്ട്. മനസ്സിലായില്ല? ഒരു മിമിക്രി ആയിട്ടൊക്കെ ഇത് കെട്ടി നടക്കുന്നത് നല്ലതാണ്. ഇത് മനസ്സിലാവുമോന്നറിയില്ല. കാരണം മിമിക്രി ആർട്ടിസ്റ്റുകൾ കാശ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. മഹാന്മാരുടെ വേഷം സ്റ്റേജിൽ കെട്ടിയെന്ന് വിചാരിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഊരി വെക്കും. ശരിയല്ല. അർജുനനും അങ്ങനൊന്ന് വേഷം കെട്ടിയിട്ടുണ്ട്, സുഭദ്രാഹരണത്തിനു വേണ്ടി. പക്ഷെ അന്ന് വേഷം കെട്ടിയെന്നോർത്ത് അത് സ്ഥിരമായി വഹിക്കാൻ തക്ക ശേഷിയും ശേമുഷിയും അതിനുള്ള നെഞ്ഞൂക്കും ഇവനില്ല. പിള്ളകളിയല്ലത്. അതാണ് ഭഗവത്ഗീതയിലെ മുഖ്യ വിഷയം. ഒരു നിമിഷാർദ്ധം കൊണ്ട് ലൗകികേതരമായ തരത്തിൽ ലോകത്തിന്റെ മുഴുവൻ ദുഃഖങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സാത്വിക ഭാവത്തിലേക്ക് അർജുനൻ ഉയർന്നു എന്ന് വിചാരിച്ച് സാർവലൗകിക നീതിയുടെ അന്തരാളം കാണുന്ന ശൈവ സമീപത്തേക്ക് എത്തുമാറ് വികസിക്കുന്ന ഭൈക്ഷ്യം സ്വീകരിക്കുവാൻ കരുത്തുള്ള ഒരു നിലയിലേക്ക് അർജുന നീ മാറിയിട്ടുണ്ടോ? അത് പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ പരിശോധനയാണ് ഭഗവത്ഗീത. ചക്രവർത്തിയുടെ പദത്തിൽ നിന്ന് ഭിക്ഷുവിന്റെ പദത്തിലേക്ക് പലരും മാറിയിട്ടുണ്ട്. ഭർതൃഹരി അതിൽ പ്രധാനിയാണ്. ബുദ്ധൻ മറ്റൊരാളാണ്, ശിഖിധ്വജൻ വേറൊരാളാണ്. രഘുവംശ ചക്രവർത്തിമാർ കർണമൂലത്തിലേക്ക് നര വരുമ്പോൾ അങ്ങനെ മാറിയിട്ടുണ്ട് എല്ലാവരും. ചരിത്രത്തിന്റെ ഗതീയതയിൽ ജടാമകുടം ചൂടി രാമചന്ദ്രനും പോയിട്ടുണ്ട് വനത്തിലേക്ക്. പക്ഷെ ഭിക്ഷാന്നം സ്വീകരിക്കാനുള്ള വികാസം ഒരു തമാശയല്ല. അതിനു മുമ്പ് പലതും ചെയ്യാനുണ്ട്. അതാണ് 2-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ തൻ്റെ 564 ശ്ലോകങ്ങളിൽ 2 ആദ്യം പറഞ്ഞതൊഴിച്ച് 562 ശ്ലോകങ്ങളിൽ വിസ്തൃതമായി ഭഗവാൻ വ്യാഖ്യാനിക്കുന്നത്. ഒരു പക്ഷേ കാലികമായി ഏറ്റവും പ്രസക്തിയുള്ള വിഷയവും അതാണ്. ഒരു മനുഷ്യന് യോദ്ധാവാകാം, രാജാവാകാം, അച്ഛനും അമ്മയും ഒക്കെയാവാം. ഒരുപിടി വ്യവസായങ്ങൾ ചെയ്യാം, സമ്പാദിച്ചു കൂട്ടാം. പക്ഷെ ഭിക്ഷാടനത്തിന് മുമ്പ്, ഭിക്ഷു എന്നതിനവിടെ സന്യാസം എന്നർത്ഥം, ജ്ഞാനമാണ് സമ്പാദിക്കേണ്ടത്. ഭിക്ഷാടനത്തിന് ജ്ഞാനമാണ് ലക്ഷണം.
ജ്ഞാനം സന്യാസ ലക്ഷണം. എന്താണ് ആ ജ്ഞാനം? ആ അറിവ് എന്താണ്? ഒരച്ഛനായി ജീവിക്കാൻ, അമ്മയായി ജീവിക്കാൻ, ഒരു വ്യവസായിയായി ജീവിക്കാൻ അത്ര വലിയ അറിവൊന്നും വേണ്ട. ജന്മം കൊണ്ട് കൊണ്ടുവന്ന കുറെ വാസനകൾ മതി. വാസനകളുടെ ത്യാഗമാണ് ജ്ഞാനം. വാസനാത്യാഗം വന്നാൽ മാത്രമേ ഭിക്ഷ എടുക്കാനാവൂ. ഞാനോ നിങ്ങളോ ഇന്ന് ഭിക്ഷ എടുക്കാൻ പോയാൽ എങ്ങനെ ഭിക്ഷ എടുക്കും? പഴയ കാലത്ത് ആശ്രമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് നർമ്മദാ പരിക്രമണം വേണം, ഭിക്ഷ എടുക്കണം, ഉപനയനത്തിലും ഭിക്ഷ വേണം. ഇപ്പൊ കോടതി നിരോധിച്ചാലേക്ക് ഇനി ബ്രാഹ്മണരുണ്ടാവില്ല. ഉപനയിപ്പിക്കുന്നതിന് മുമ്പ് ഭിക്ഷ വാങ്ങിക്കണം. ബ്രഹ്മചാരിക്ക് ഭിക്ഷ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കേൾക്കുന്ന നിങ്ങളും ഞങ്ങൾ ഇന്ന് കാണുന്ന സന്യാസിമാരുമൊക്കെ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ചെന്ന് എങ്ങനെയായിരിക്കും ഭിക്ഷ വാങ്ങിക്കുന്നത്? ഗുരുവായൂരേക്ക് വരുന്നതിന് മുമ്പ് പൈതൃകത്തിൻ്റെ സംഘടനാ നേതാവ് ചോദിച്ചു, സ്വാമിജിയുടെ സെക്രട്ടറിയുടെ അഡ്രസ്സ് ഒന്ന് തന്നാൽ വേണ്ടത്. ഉടനെ സെക്രട്ടറിയുടെ അഡ്രസ്സ് കൊടുത്തു. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, എന്താ കഴിക്കുക? പൂ പോലുള്ള ഇഡലി 8 എണ്ണം രാവിലെ. മനസ്സിലായില്ല. 2 എണ്ണം സ്വാമി സാമ്പാർ കൂട്ടി കഴിക്കും. അത് തവിയെന്ന് പറയില്ലാത്ത സാമ്പാർ വേണം. പിന്നെ 2 എണ്ണം തിന്നുന്നത് ചട്നി കൂട്ടിയാണ്. പിന്നെ ചമ്മന്തി പൊടി വേണം. അതിന് കുഴയ്ക്കാൻ നെയ്യായാൽ ഉത്തമം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഭിക്ഷയ്ക്ക് പോകും. മനസ്സിലായില്ല. നിങ്ങളുടെ കഥ ഞാനിനി പറയണ്ട. ഞങ്ങളുടെ കഥ ഇതാണെങ്കിൽ നിങ്ങളുടെ കഥ ഇതിലും ശോചനീയമാകാനേ തരവുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരു ന്യായവും കൂടെ ഉണ്ട്. ഞങ്ങൾ ഗൃഹസ്ഥന്മാരല്ലയോ, അറിവില്ലാത്തവരല്ലയോ എന്ന് ചോദിച്ചൊരറിവും കൂടെ പ്രയോഗിക്കുന്ന പാർട്ടികൾ. ശരിയല്ല. ഒരാളെ തല്ലണമെന്ന് തോന്നുമ്പോൾ 2 എണ്ണം കൊടുത്തിട്ട് പറയുകയാണ്, ഞങ്ങൾ അറിവില്ലാത്തവരല്ലേ, അതുകൊണ്ട് നീ അങ്ങ് ക്ഷമിച്ചോളാൻ. അറിവില്ലാത്തതുകൊണ്ട് തല്ലാതിരിക്കണം എന്നൊരറിവില്ലായ്മ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ എന്നോട് പൊറുക്കുമോയെന്ന് എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയാൽ. ഉള്ളതാണെ പിന്നെ കുഴപ്പമില്ല. അപ്പോ ജീവിതമെടുക്കുമ്പോൾ ഒരു ഭിക്ഷയ്ക്കൊരാൾ വികസിക്കണമെങ്കിൽ പരേച്ഛയിലേക്ക് അയാൾ വികസിക്കണം. അത് തരാൻ വരുന്നയാൾ, ഭിക്ഷ തരാൻ വരുന്നയാൾ, അയാളുടെ പ്രവൃത്തികൾ, അയാളുടെ കാലം, അയാളുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം നമുക്ക് ചിന്തയുണ്ടാകും.